ഈ ഇലക്ഷനിൽ സുരേഷ് ഗോപിയുടെ വിജയസാധ്യതയെക്കുറിച്ചൊന്നും പറയാനുണ്ട്? തീർച്ചയായിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ജനസമ്മതനായ ഒരു നേതാവാണ്. അതുമാത്രമല്ല നാടിനു വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിത്വമാണ്. മറ്റുള്ള പാവങ്ങളായ ജനങ്ങളെ സഹായിക്കുക, കയ്യിൽ നിന്നും പൈസ ചിലവാക്കിയിട്ടാണ് ആൾ ജനങ്ങളെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂരിന് വേണ്ടി ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശക്തൻ മാർക്കറ്റിൻ്റെ കാര്യം നോക്കിയാൽ തന്നെ അത് മനസ്സിലാവും. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് തന്നെ ഒരു സൗദിയിൽ പെട്ട ഒരു വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു സ്നേഹിതനെ ഇപ്പോൾ ആ ശിക്ഷ ഇളവ് നേടാൻ വേണ്ടി ആൾ അതിനുവേണ്ടി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. അത് ഇളവ് നേടിക്കൊടുക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും അതിനുള്ള വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ്റെ വർക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുറച്ച് കാലങ്ങളായിട്ട് തന്നെ ഇവിടെ തൃശ്ശൂർ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ബൂത്ത് തലത്തിൽ തന്നെ നല്ല വർക്കുകൾ നടക്കുന്നതാണ് നമ്മുടെ അറിവ്. അപ്പോൾ അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ കഴിവും അവർ പാർട്ടി ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഭാഗത്തു നിന്നായാലും എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് അറിയാനായിട്ട് സാധ്യത കൂടുതലായി. മറ്റ് പണ്ട് കാലങ്ങളിൽ എല്ലാം ഇപ്പോൾ പദ്ധതികളെല്ലാം പേര് മാറ്റിയിട്ടായിരുന്നു ജനങ്ങളിലേക്ക് എത്തിയിരുന്നത്. കേന്ദ്രം നൽകുന്ന പദ്ധതികളെല്ലാം കേരളം പേര് മാറ്റി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിൽ നിന്നെല്ലാം മാറി കേന്ദ്രത്തിൻ്റെ പദ്ധതികളെല്ലാം കറക്റ്റായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു ഗുണം കൂടി ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമാണെന്നുള്ള പ്രതീക്ഷയുണ്ട്. ജയിക്കുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുമായിരിക്കും? ആൾ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. എന്ന് വെച്ചാൽ കുറേ പദ്ധതികൾ ഇപ്പോൾ വാഗ്ദാനങ്ങൾ നൽകി അത് നടക്കാത്ത സാഹചര്യത്തിലേക്ക് എത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ നിന്നപ്പോൾ തന്നെ ജയിക്കുമോ എന്നോ പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ തോൽക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടോ അല്ല അദ്ദേഹം ഈ 1 കോടി രൂപ തൃശ്ശൂരിന് കൊടുക്കാമെന്ന് പറഞ്ഞത്. അത് ആൾ തോറ്റിട്ടും തൃശ്ശൂരിന് വേണ്ടി ചെയ്തു. അത് കഴിഞ്ഞ 5 വർഷവും ഈ തൃശ്ശൂരിന് വേണ്ടി അദ്ദേഹം നല്ല രീതിയിൽ ജനങ്ങളായി സമ്പർക്കം നടത്താനും മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടാനും എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇപ്പോൾ മറ്റ് 2 സ്ഥാനാർത്ഥികളായാലും ഇപ്പോൾ ഈ സുനിൽകുമാറിവിടെ കൃഷിമന്ത്രിയായിരുന്നു. ഈ കൃഷിമന്ത്രിയായിരുന്ന കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഈ സ്വർണ്ണ വായ്പ, കാർഷിക വായ്പ എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു. അത് അദ്ദേഹം തന്നെ നോട്ടീസ് അയച്ച് ആ പദ്ധതിയിലെ പലിശയുടെ വിഹിതം 4% എന്നുണ്ടായിരുന്ന ആ വിഹിതം കുറച്ച് 8% എത്തിക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ആദ്യം തന്നെ ചെയ്തിട്ടുള്ളത്. അതുപോലെ പിന്നെ ഈ മാറി നിന്ന 2 വർഷം ജനങ്ങൾക്കിടയിലേക്ക് എത്താനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനോ ഒന്നും ആൾ മുന്നോട്ട് വന്നിട്ടില്ല. കരുവന്നൂർ വിഷയത്തിലുള്ള ആൾ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു ഇത് വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് അദ്ദേഹത്തിൻ്റെ ഉണ്ട്. പിന്നെ അതുപോലെ മുരളീധരനായാലും ഇവിടെ തൃശ്ശൂർ ജനിച്ചു എന്നല്ലാതെ തൃശ്ശൂരിന് വേണ്ടി ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്.